നമസ്കാരം, സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ. ശാന്തൻപാറ പഞ്ചായത്തിലെ പൂപ്പാറ സീറോ ലാൻഡ് കോളനി നിവാസികൾ നടത്തിയ പഞ്ചായത്ത് ഓഫീസ് ഉപരോധത്തിനു മുന്നിൽ മുട്ടുകുത്തിയ അധികൃതർ. കുടിവെള്ള പ്രശ്നത്തിന് അടിയന്തര പരിഹാരമെന്ന് പഞ്ചായത്ത് അധികൃതരുടെ ഉറപ്പ്. ഏലക്ക വില ഉയരുമ്പോഴും കാലാവസ്ഥ പ്രതികൂലമായത് കർഷകർക്ക് തിരിച്ചടി. സീസൺ ആരംഭിച്ചിട്ടും ആവശ്യത്തിനു മഴ ലഭിക്കാത്തതിനാൽ ഏലക്ക വിളവെടുപ്പ് വൈകുന്നു. ഏലച്ചെടികൾക്ക് രോഗ കീടബാധയും പ്രതിസന്ധി. നാഷണൽ ഡാം സേഫ്റ്റി അതോറിറ്റിയിൽ നിന്നും കേരളത്തിന്റെ പ്രതിനിധിയെ ഒഴിവാക്കിയ നടപടിയിൽ സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രിയുടെയും തന്റെയും ഇടപെടലിൽ കേന്ദ്രം തെറ്റുതിരുത്തിയെന്നും കേരളം നിർദ്ദേശിച്ചയാളെ അതോറിറ്റിയിൽ ഉൾപ്പെടുത്തിയെന്നും MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ്. പോളിയോ നിർമ്മാർജ്ജന പ്രക്രിയയിൽ ബോധവൽക്കരണത്തിന് പ്രാധാന്യമുണ്ടെന്നും ആരോഗ്യം അടിസ്ഥാന ആവശ്യമായി മാറേണ്ടതുണ്ടെന്നും ഗവൺമെന്റ് ചീഫ് വിപ്പും തൊടുപുഴ MLAയുമായ അബു ജോൺ ജോസഫ്. ദേശീയ പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ ജില്ലാതല ഉദ്ഘാടനം തൊടുപുഴ ജില്ലാ ആശുപത്രിയിൽ സംഘടിപ്പിച്ചു. വിശദമായ വാർത്തകൾ നോക്കാം. വാഗ്ദാനങ്ങൾ ജലരേഖയായപ്പോൾ 3 മാസത്തെ ദാഹവുമായി ഒടുവിൽ ജനങ്ങൾ തെരുവിലിറങ്ങി. ഇടുക്കി ശാന്തൻപാറ പഞ്ചായത്തിലെ പൂപ്പാറ സീറോ ലാൻഡ് കോളനി നിവാസികൾ നടത്തിയ പഞ്ചായത്ത് ഓഫീസ് ഉപരോധ സമരത്തിനു മുന്നിൽ ഒടുവിൽ അധികൃതർക്ക് വഴങ്ങേണ്ടി വന്നു. പോലീസുമായി ഉണ്ടായ ശക്തമായ വാക്കേറ്റത്തിനും 1 മണിക്കൂർ നീണ്ട നാടകീയ രംഗങ്ങൾക്കും ഒടുവിലാണ് പഞ്ചായത്ത് അധികൃതർ സമരക്കാരുമായി അടിയന്തര ചർച്ചയ്ക്ക് തയ്യാറായത്. ജീവനക്കാരുടെ അനാസ്ഥയ്ക്ക് ഉടൻ പരിഹാരം കാണുമെന്ന ഉറപ്പിന്മേലാണ് സമരം താൽക്കാലികമായി നാട്ടുകാർ അവസാനിപ്പിച്ചത്. പൂപ്പാറ സീറോ ലാൻഡ് കോളനിയിലെ കുടിവെള്ള പ്രശ്നമാണ് ഒടുവിൽ ശക്തമായ ജനകീയ പ്രതിരോധത്തിന് വഴിമാറിയത്. എസ്റ്റേറ്റ് പൂപ്പാറ 12, 13 വാർഡുകളിലെ 45ഓളം കുടുംബങ്ങൾ ഒന്നിച്ച ശാന്തൻപാറ പഞ്ചായത്ത് ഓഫീസ് ഉപരോധിച്ചു. സ്ത്രീകളും കുട്ടികളും പ്രായമായവരുമടങ്ങുന്ന സമരക്കാരെ പോലീസ് കവാടത്തിൽ തടഞ്ഞതോടെ അന്തരീക്ഷം തർക്കത്തിലേക്ക് മാറി. തങ്ങൾക്ക് രാഷ്ട്രീയം വേണ്ട, കുടിക്കാൻ ഒരു തുള്ളി വെള്ളം മാത്രം മതിയെന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് ജനങ്ങൾ ഓഫീസ് പടിക്കൽ നിലയുറപ്പിച്ചത്. ഒരു മണിക്കൂറോളം നീണ്ട അനിശ്ചിതത്വത്തിനൊടുവിൽ പഞ്ചായത്ത് അധികൃതർ സമരക്കാരുടെ പ്രതിനിധികളുമായി അടിയന്തര ചർച്ചയ്ക്ക് തയ്യാറാവുകയായിരുന്നു. മതികെട്ടാഞ്ചോല കുടിവെള്ള പദ്ധതിയിൽ ആവശ്യത്തിന് വെള്ളമുണ്ടായിട്ടും കോളനിയിൽ വെള്ളമെത്താത്തതിന് ഓപ്പറേറ്റർമാരുടെ വാശിയാണെന്നാണ് പഞ്ചായത്തിന്റെ വിശദീകരണം. നിലവിൽ ഗുണഭോക്തൃ കമ്മിറ്റിയാണ് വെള്ളത്തിന്റെ വിതരണം കൈകാര്യം ചെയ്യുന്നത്. വെള്ളം തുറന്നുവിടാൻ ബാബു, മുരുകൻ എന്നിങ്ങനെ 2 പേരെയാണ് കമ്മിറ്റി ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങളാണ് വെള്ളം തുറന്നുവിടാതിരിക്കാൻ കാരണമെന്നാണ് സമരക്കാരുമായി സംസാരിച്ചപ്പോൾ മനസ്സിലായത്. അതുകൊണ്ട് തന്നെ ഗുണഭോക്തൃ സബ് കമ്മിറ്റി 1-ാം തീയതി വൈകുന്നേരം 4 മണിയോടുകൂടി കൂടുവാനും ഓപ്പറേറ്റർമാരായ മുരുകനോടും ബാബുവിനോടും നേരിട്ട് സംസാരിക്കാനും തീരുമാനിച്ചു. ഇവർ ഇത്തരത്തിൽ വഴങ്ങുന്നില്ലെങ്കിൽ ആളെ മാറ്റി പുതിയ ആളുകളെ നിശ്ചയിക്കും. താൽക്കാലികമായി മറ്റൊരാളെ ഏർപ്പാടാക്കി സബ് ടാങ്കിലേക്ക് വെള്ളം തുറന്നുവിടുവാൻ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിഷ ദിലീപ വ്യക്തമാക്കി. നിലവിൽ അവിടുത്തെ ഗുണഭോക്തൃ കമ്മിറ്റിയാണ് അത് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടുത്തെ ഗുണഭോക്തൃ കമ്മിറ്റി തന്നെയാണ് അവിടെ വെള്ളം തുറന്നുവിടാൻ ബാബു, മുരുകൻ എന്ന 2 പേരെ ഏർപ്പാടാക്കിയിട്ടുള്ളതും. അവർ തമ്മിലുള്ള ചില പ്രശ്നങ്ങളാണ് വെള്ളം തുറന്നുവിടാത്തതാണ് എന്നുള്ളതാണ് സമരാനുകൂലികളുമായിട്ട് സംസാരിച്ചപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഗുണഭോക്തൃ കമ്മിറ്റി സബ് കമ്മിറ്റി 1-ാം തീയതി വൈകുന്നേരം ഒരു 4 മണിയോടുകൂടി കൂടാനും വെള്ളം തുറന്നുവിടുന്ന മുരുകനോടും ബാബുവിനോടും പഞ്ചായത്ത് തന്നെ നേരിട്ട് സംസാരിക്കാനും ഇനി അവർക്കത് വഴങ്ങുന്നില്ല എന്നുണ്ടെങ്കിൽ അവരെ മാറ്റി തീരുമാനിക്കാനുമാണ് നിലവിൽ ഇപ്പോൾ എടുത്തിട്ടുള്ള തീരുമാനം. അവരുമായിട്ട് സംസാരിച്ച ശേഷം അന്തിമമായിട്ട് തീരുമാനം എടുക്കുന്നത്. പഞ്ചായത്ത് അധികൃതരുടെ ഉറപ്പിന്മേൽ താൽക്കാലികമായി സമരം അവസാനിപ്പിച്ചെങ്കിലും കടുത്ത മുന്നറിയിപ്പാണ് കോളനി നിവാസികൾ നൽകുന്നത്. വെള്ളം കിട്ടില്ലെങ്കിൽ ഞങ്ങൾ വീണ്ടും സമരം ഉണ്ടാക്കും. ഇപ്പോൾ നടത്തുന്ന പോലെ അല്ല സമരം ഉണ്ടാകുന്നത്. ഉണ്ടാകുമ്പോ പറയാം എങ്ങനെയാ ഞങ്ങൾ ഉണ്ടാക്കണമെന്ന്. ഞങ്ങൾ ഒരിട്ട് വെള്ളത്തിന് വേണ്ടിയിട്ട് അവിടെ വന്ന് പണിയും കളഞ്ഞ് ഇവിടെ വന്ന് നിൽക്കണതേ. 2 ദിവസം ആഹാരം അല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റും. ഒരു നേരം വെള്ളം കുടിച്ചില്ലെങ്കിൽ നമുക്ക് ആർക്കും ജീവിക്കാൻ പറ്റില്ല. അത് കാരണം വെള്ളത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇത്രയും പേര് ഇവിടെ വന്ന് നിൽക്കുന്നത്. ഇപ്പൊ ഇത്രയും അവർ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇത് അവർ ശരിയാക്കി തന്നില്ലെങ്കിൽ ഞങ്ങൾ പോകേണ്ട സ്ഥലത്ത് ഞങ്ങൾ തീർച്ചയായിട്ടും പോകും. 1-ാം തീയതി നടക്കുന്ന യോഗത്തിൽ ശാശ്വതമായ പരിഹാരമുണ്ടായില്ലെങ്കിൽ കുട്ടികളെ അടക്കം മുൻനിർത്തി പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിക്കുമെന്ന ശക്തമായ മുന്നറിയിപ്പോടെയാണ് സീറോ ലാൻഡ് കോളനി നിവാസികൾ താൽക്കാലികമായി സമരം അവസാനിപ്പിച്ചു മടങ്ങിയത്. സിറ്റി വിഷൻ പൂപ്പാറ. ഏലക്ക വില ഉയരുമ്പോഴും കാലാവസ്ഥ പ്രതികൂലമായത് കർഷകർക്ക് തിരിച്ചടിയായി മാറുകയാണ്. സീസൺ ആരംഭിച്ചിട്ടും ആവശ്യത്തിന് മഴ ലഭിക്കാത്തതിനാൽ ഏലക്കായുടെ വിളവെടുപ്പും വൈകുന്ന സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഒപ്പം രോഗ കീടബാധയും വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നതെന്നും കർഷകർ പറയും. ഇടുക്കിയിലെ ഏലം കർഷകർ പ്രതിസന്ധിയിലാണ്.
മഴയെ ആശ്രയിച്ചുള്ള കാർഷിക വിളയാണ് ഏലം. ഇത്തവണ സീസൺ ആരംഭിച്ചിട്ടും ആവശ്യത്തിന് മഴ ലഭിച്ചിട്ടില്ല. തണുപ്പും മഴയും കൂടുതലുള്ള ചില പ്രദേശങ്ങളിൽ ആദ്യ വിളവെടുപ്പ് നടത്തിയെങ്കിലും കൂടുതൽ സ്ഥലങ്ങളിലും ഏലയ്ക്ക വിളവെടുപ്പിന് പാകമായിട്ടില്ല. വരും ദിവസങ്ങളിൽ കൂടുതൽ മഴ ലഭിച്ചില്ലെങ്കിൽ ഉൽപാദനം ഇടിയും. കാലാവസ്ഥാ വ്യതിയാനം മൂലം മഞ്ഞപ്പിഞ്ചു കൊഴിച്ചൽ പോലുള്ള രോഗബാധയും ഏലച്ചെടികളെ ബാധിക്കുന്നുണ്ട്. പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ കാലാവസ്ഥയുടെ വ്യതിയാനമാണ്. ഇപ്പം ഈ മഴ വളരെ കുറവായതുകൊണ്ടും ചൂട് കൂടുന്നതുകൊണ്ട് മഞ്ഞപ്പിഞ്ച് കണ്ടമാനമായിട്ട് പൊഴിയുന്നു. പ്രകൃതിയെ നിയന്ത്രിക്കാൻ പറ്റുന്ന സംവിധാനങ്ങളൊന്നും നിലവിൽ ഇല്ല. ഈ കാലാവസ്ഥ അനുകൂലമായിട്ട് ഏതാണ്ട് 28 ഡിഗ്രിയിൽ താഴെ നിന്നാൽ മാത്രമേ ഏലത്തിലെ കാ സെറ്റാവുള്ളൂ. ഈ പലപ്പോഴും പൂ വിരിയുന്നുണ്ട്, മഴ വല്ലപ്പോഴൊക്കെ പെയ്യുന്നുണ്ടല്ലോ, നനച്ച് കൊടുക്കുന്നുണ്ടോ, അല്ലെങ്കിൽ പൂ വിരിയുന്നുണ്ട്. പൂ വിരിഞ്ഞിട്ട് അത് മഞ്ഞപ്പിഞ്ചായിട്ട് പൊഴിഞ്ഞു പോയതുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ച കൊണ്ട് തന്നെ എനിക്ക് ഏതാണ്ട് ഒരു റൗണ്ട് കായ തോട്ടത്തിൽ, എനിക്ക് 4 ഏക്കർ സ്ഥലമുള്ളത്, ഒരു റൗണ്ട് കായ എടുക്കാനുള്ള മുഴുവൻ പൊഴിഞ്ഞു പോയത്. പലതരത്തിലുള്ള മരുന്നുകളും വളങ്ങളൊക്കെ മാറി ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ അതിനെ നിയന്ത്രിക്കാനായിട്ട് പറ്റുന്നില്ല. അനുകൂലമായ കാലാവസ്ഥയില്ലാത്തതിനാൽ ഏലച്ചെടികളിൽ പൂ വിരിയുന്നില്ല. കനത്ത മഴ പ്രതീക്ഷിച്ച് തോട്ടങ്ങളിൽ കുമ്മായവും സൾഫറും ഒക്കെ പ്രയോഗിച്ചതും തിരിച്ചടിയായി. ഈ മാസം ആദ്യം 2300 രൂപയായിരുന്നു ഏലക്കയുടെ വിലയെങ്കിൽ ഇപ്പോൾ 2700 മുകളിലാണ് വില. വില ഉയരുമ്പോഴും കാലാവസ്ഥാ വ്യതിയാനം തിരിച്ചടിയാകുമെന്ന ആശങ്കയിലാണ് കർഷകർ. സിറ്റി വിഷൻ, കട്ടപ്പന. നാഷണൽ ഡാം സേഫ്റ്റി അതോറിറ്റിയിൽ നിന്നും കേരളത്തിന്റെ പ്രതിനിധിയെ ഒഴിവാക്കിയ നടപടിയിൽ സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രിയുടെയും MP എന്ന നിലയിൽ തന്റെയും ഇടപെടലിൽ കേന്ദ്രം തെറ്റുതിരുത്തിയെന്നും കേരളം നിർദ്ദേശിച്ച ആളെ അതോറിറ്റിയിൽ ഉൾപ്പെടുത്തിയെന്നും ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് രാജകുമാരിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രതികരണം കേൾക്കാം. മുല്ലപ്പെരിയാർ വിഷയത്തിൽ കേന്ദ്ര വാട്ടർ റിസോഴ്സ് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ശ്രദ്ധയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരികയുണ്ടായി. അതായത് കേന്ദ്ര ജലശക്തി മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റി, ശ്രീ രാജീവ് പ്രതാപ് റൂഡി അദ്ദേഹം ചെയർമാനായിട്ടുള്ള പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി നമ്മുടെ ജില്ലയിൽ മൂന്നാറിൽ 2 ദിവസത്തെ സന്ദർശനത്തിന് എത്തിച്ചേരുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഒരു വിവാദം എല്ലാവരുടെയും ശ്രദ്ധയിലുള്ളതാണ്. നാഷണൽ ഡാം സേഫ്റ്റി അതോറിറ്റിയിലെ കേരളത്തിൻ്റെ പ്രതിനിധിയെ ഏകപക്ഷീയമായി NDSA നാഷണൽ ഡാം സേഫ്റ്റി അതോറിറ്റി പിൻവലിക്കുകയുണ്ടായി. അതായത് നിഷ്പക്ഷ വിദഗ്ധ സമിതിയിൽ നിന്ന്. ഇനി മുല്ലപ്പെരിയാർ വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തേണ്ടതായിട്ടുള്ള കാര്യം ഇൻഡിപെൻഡന്റ് പാനൽ ഓഫ് എക്സ്പെർട്സ്, അതീവ വിദഗ്ധ സമിതിയുടെ ഒരു പരിശോധനയാണ്. അവരുടെ നേതൃത്വത്തിലുള്ള കോംപ്രിഹെൻസീവ് സേഫ്റ്റി ഇവാലുവേഷൻ, സമഗ്രമായ സുരക്ഷാ പരിശോധനയാണ് ഇനി നടക്കേണ്ടത്. ആ സുരക്ഷാ പരിശോധന നടക്കേണ്ടതിന് മുന്നോടിയായി കേന്ദ്രം തന്നെ അല്ലെങ്കിൽ NDSA തന്നെ ഇരു സംസ്ഥാനങ്ങളോടും കേരളത്തോടും തമിഴ്നാടിനോടും ആവശ്യപ്പെട്ടതനുസരിച്ച് പ്രത്യേകമായ പ്രതിനിധിയെ നിയോഗിക്കുകയുണ്ടായി. ആ പ്രതിനിധിയായി കേരള സർക്കാർ പ്രപ്പോസ് ചെയ്ത ശ്രീ TK ശിവരാജനെ ഏകകണ്ഠമായി NDSA പിൻവലിക്കുകയായി. ആ ഘട്ടത്തിൽ മന്ത്രി ശ്രീ മോൻസ് ജോസഫ് ഉൾപ്പെടെ MP എന്നുള്ളതിൽ ഞാനും അതുപോലെ കേരള ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ള കത്തിടപാടുകൾ കേന്ദ്രവുമായി നടത്തി. ഒടുവിൽ കേന്ദ്രം അക്കാര്യത്തിൽ അവരുടെ തെറ്റ് സമ്മതിച്ചു. NDSAയിൽ കേരളത്തിൻ്റെ പ്രതിനിധിയെ പുനഃസ്ഥാപിച്ചുകൊണ്ടുള്ള ഉത്തരവ് ഇപ്പോൾ വരികയാണ്. അത് ആശ്വാസകരം. അപ്പോൾ ഈ ഘട്ടത്തിലാണ് കേന്ദ്ര തലത്തിലുള്ള പാർലമെൻ്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ നമ്മുടെ ജില്ലയിലെ സന്ദർശനം വരുന്നത്. മറ്റു പല വിഷയങ്ങളുമാണ് ആ സന്ദർശനത്തിൽ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ആ സന്ദർശനത്തിൻ്റെ ഭാഗമായി മുല്ലപ്പെരിയാർ ഡാം സന്ദർശിക്കണമെന്നും മുല്ലപ്പെരിയാർ ഡാമിൻ്റെ സുരക്ഷാ പരിശോധന നടക്കാനിരിക്കെ ഇക്കാര്യത്തിൽ ആധികാരികമായ അഭിപ്രായം തേടണമെന്നും ഇരു സംസ്ഥാന ഗവൺമെൻറ്റുകളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ പാർലമെൻ്ററി സമിതിയുടെ ഇടപെടൽ ഉണ്ടാകണമെന്നും NDSAയ്ക്ക് ശക്തമായ നിർദ്ദേശം നൽകണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് പാർലമെൻ്ററി കമ്മിറ്റിയുടെ ചെയർമാന് MP എന്നിവരുടെയും ഞാൻ കത്ത് നൽകി. ഈ ഘട്ടത്തിൽ സമിതി അത് പരിശോധിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ദേശീയ പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ ജില്ലാതല ഉദ്ഘാടനം തൊടുപുഴ ജില്ലാ ആശുപത്രിയിൽ സംഘടിപ്പിച്ചു. ഗവൺമെന്റ് ചീഫ് വിപ്പും തൊടുപുഴ MLAയുമായ അബു ജോൺ ജോസഫ പോളിയോ തുള്ളിമരുന്ന് കുട്ടികൾക്ക് വിതരണം ചെയ്ത് ഉദ്ഘാടനം നിർവഹിച്ചു. പോളിയോ നിർമ്മാർജ്ജന പ്രക്രിയയിൽ ബോധവൽക്കരണത്തിന് പ്രാധാന്യമുണ്ടെന്നും ആരോഗ്യം അടിസ്ഥാന ആവശ്യമായി മാറേണ്ടതുണ്ടെന്നും MLA പറഞ്ഞു. സർക്കാർ ആശുപത്രികൾ, ആരോഗ്യ കേന്ദ്രങ്ങൾ, ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ, നഗരാരോഗ്യ കേന്ദ്രങ്ങൾ, അംഗൻവാടികൾ, സ്വകാര്യ ആശുപത്രികൾ, ബസ് സ്റ്റാൻഡുകൾ എന്നിവയുൾപ്പെടെ ജനങ്ങൾക്ക് ഏറ്റവും സൗകര്യപ്രദമായ സ്ഥലങ്ങളിൽ ഇടുക്കി ജില്ലയിൽ ബൂത്തുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. ജില്ലയിൽ 5 വയസ്സുവരെ പ്രായമുള്ള 53,813 കുട്ടികളാണുള്ളത്. പരിപാടിയുടെ പ്രചരണത്തിനായി ബാനറുകൾ, പോസ്റ്ററുകൾ, നോട്ടീസുകൾ എന്നിവയ്ക്ക് പുറമെ ഭവന സന്ദർശനവും നടത്തും. പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ ജില്ലാതല ഉദ്ഘാടനം തൊടുപുഴ ജില്ലാ ആശുപത്രിയിലാണ് സംഘടിപ്പിച്ചത്. പോളിയോ നിർമ്മാർജ്ജന പ്രക്രിയയിൽ ബോധവൽക്കരണത്തിന് പ്രാധാന്യമുണ്ടെന്നും ആരോഗ്യം അടിസ്ഥാന ആവശ്യമായി മാറേണ്ടതുണ്ടെന്നും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിച്ച
ഗവൺമെന്റ് ചീഫ് വിപ്പും തൊടുപുഴ MLA-യുമായ അബു ജോൺ ജോസഫ് പറഞ്ഞു. ആരോഗ്യമുള്ള ഒരു ജനത ആ രാജ്യത്തിന്റെ പൊതുവായുള്ള വികസനത്തിന്റെ തോത് വിളിച്ചറിയിക്കുന്നത് ആ രാജ്യത്തെ പൊതുജനങ്ങളുടെ ആരോഗ്യ സ്ഥിതി കൂടിയാണ്. കേരള മോഡൽ എന്ന് നമ്മൾ വർഷങ്ങളോളം അഭിമാനിച്ചിരുന്ന ഒരു സ്ഥിതി ഈ സംസ്ഥാനത്തുണ്ടായത് പാശ്ചാത്യ രാജ്യങ്ങളുടെ ഒക്കെ കൂടെ കിടപിടിക്കാവുന്ന രീതിയിലുള്ള ആരോഗ്യ സംരക്ഷണ സംവിധാനം നമ്മുടെ ഈ സംസ്ഥാനത്ത് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. തൊടുപുഴ മുനിസിപ്പൽ ചെയർപേഴ്സൺ സാബിറ ജലീൽ അധ്യക്ഷത വഹിച്ചു. ജില്ലയിലെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനായി ആരോഗ്യവകുപ്പ് ഡയറക്ടറേറ്റിൽ നിന്നും എത്തിയ ജൂനിയർ അഡ്മിനിസ്ട്രേറ്റീവ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സരുൺ ഘോഷ്, ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സുരേഷ് വർഗീസ്, ജില്ലാ RCH ഓഫീസർ ഡോക്ടർ ഹരിപ്രസാദ്, തൊടുപുഴ ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ അജി പി, പുറപ്പുഴ കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രേഖ ശ്രീധർ, വാർഡ് കൌൺസിലർ ഷാഹുൽ ഹമീദ, ജില്ലാ MCH ഓഫീസർ ഗായത്രി VK, ആരോഗ്യ പ്രവർത്തകർ, ജനപ്രതിനിധികൾ, രക്ഷിതാക്കൾ, കുട്ടികൾ ഉൾപ്പെടെ പൊതുജനങ്ങളും പരിപാടിയിൽ പങ്കെടുത്തു. സിറ്റി വിഷൻ തൊടുപുഴ. തൂഫാൻ ലഹരിമുക്ത ക്യാമ്പയിന്റെ ഭാഗമായി രാജാക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ബോധവൽക്കരണ ക്ലാസും സെമിനാറും സംഘടിപ്പിച്ചു. പോലീസ്, എക്സൈസ്, രാജാക്കാട് ഗ്രാമപഞ്ചായത്ത്, കുടുംബശ്രീ, CDS എന്നിവരുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ലഹരിക്കെതിരായി കേരള സർക്കാരും പോലീസ് വകുപ്പും സംയുക്തമായി നടത്തിവരുന്ന തൂഫാൻ ലഹരിമുക്ത ക്യാമ്പയിനും എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ തണ്ടർ ക്യാമ്പയിനും രാജാക്കാട് ഗ്രാമപഞ്ചായത്തിന്റെയും എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെയും രാജാക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെയും കുടുംബശ്രീ CDSന്റെയും ആഭിമുഖ്യത്തിൽ രാജാക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തപ്പെട്ടു. കുടുംബശ്രീ CDS ചെയർപേഴ്സൺ ബിജി സന്തോഷ് അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ സ്കൂൾ പ്രിൻസിപ്പൽ പ്രിയ യു സ്വാഗതം ആശംസിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കിങ്ങിണി രാജേന്ദ്രൻ, രാജാക്കാട് ടൗൺ വാർഡ് മെമ്പർ ജോഷി കന്യാക്കുഴി, കമ്മ്യൂണിറ്റി കൌൺസിലർ ശ്രുതി ഷിബു എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. 10 ചോദിച്ചാൽ 20 തരാൻ ഭാഗത്ത് നിൽക്കുന്ന രക്ഷിതാക്കളും ആ നിർബന്ധ ബുദ്ധിയോടുകൂടി നിങ്ങൾ മേടിച്ചു കൊണ്ടുവരുന്ന പൈസ ദുർവിനിയോഗം ചെയ്യാൻ കാണിക്കുന്ന ആ വ്യഗ്രതയും നമ്മൾ വീട്ടിൽ പറയുമ്പോൾ അമ്മേ എന്ന് വിളിക്കുമ്പോൾ വിളി കേൾക്കാൻ എന്താണ് അല്ലെങ്കിൽ എന്താടി എന്ന് ചോദിക്കാൻ, തിരിച്ചു ചോദിക്കാൻ ആ ഒരു ശബ്ദം ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് അമ്മയുടെ വില അറിയാവുള്ളൂ. അതുപോലെ തന്നെ അച്ഛനാണെങ്കിലും. എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ നൌഷാദ് ലഹരിമുക്ത സന്ദേശം നൽകി. വിമുക്തി മിഷൻ കോർഡിനേറ്റർ ഡിജോ എസ് ലഹരിക്കെതിരായ ക്ലാസുകൾ നയിച്ചു. നിങ്ങൾ ആദ്യ പ്രാവശ്യം വലിച്ചാൽ നിങ്ങൾക്ക് ക്യാൻസർ വരില്ല, ഒരു പ്രാവശ്യം നിങ്ങൾ. പക്ഷെ നിങ്ങൾക്ക് എന്തിനു കൂടെ തലച്ചോറിന് നിങ്ങൾ പുറമെ കാണുന്ന കുഴപ്പമില്ല, ശാരീരികമുണ്ട്, എല്ലാം ഉണ്ട്. ഓക്കെ, ഫിസിക്കൽ ഹെൽത്ത് ഓക്കെ. പക്ഷേ ഈ ബ്രെയിനിൽ തുടങ്ങി ഇറ്റ്സ് എ ലൈഫ് ലോങ് ഡിസോർഡർ. ഒരിക്കലും മാറ്റാൻ സാധിക്കും. ഇനി ഒരു വാചകം പറഞ്ഞു നോക്കുകയാണ്, ഇത് പ്ലസ്റ്റുകാരായത് ഗുണമൊന്നുമില്ല, അതുകൊണ്ട് ഇതിലെടുക്കാം. കുടുംബശ്രീ സ്നേഹിത സർവീസ് പ്രൊവൈഡർ അജിമോൾ വി നന്ദി രേഖപ്പെടുത്തി. സിറ്റി വിഷൻ രാജാക്കാട്. സേനാപതി മാങ്ങാത്തൊട്ടി സെന്റ് സെബാസ്റ്റ്യൻ സ്കൂളിലെ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ റാലി സംഘടിപ്പിച്ചു. രാജകുമാരിയിലും മാങ്ങാത്തൊട്ടിയിലും നടന്ന ലഹരി വിരുദ്ധ റാലി സ്കൂൾ പ്രധാനാധ്യാപിക ഉദ്ഘാടനം ചെയ്തു. ലഹരിക്കെതിരെ സമൂഹത്തിൽ നടത്തുന്ന ബോധവൽക്കരണത്തിന്റെ ഭാഗമായിട്ടാണ് മാങ്ങാത്തൊട്ടി സെന്റ് സെബാസ്റ്റ്യൻ സ്കൂളിലെ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ഫ്ലാഷ് മോബും ലഹരി വിരുദ്ധ റാലിയും നടന്നത്. വിദ്യാർത്ഥികൾക്കിടയിലും യുവാക്കൾക്കിടയിലും പടർന്നു പിടിക്കുന്ന ലഹരി ഉപയോഗം സമൂഹത്തെ അതീവ ഗുരുതരമായി ബാധിക്കുന്ന സാഹചര്യത്തിൽ വിദ്യാർത്ഥികൾ നടത്തുന്ന ലഹരി വിരുദ്ധ റാലിക്കും പ്രവർത്തനങ്ങൾക്കും അങ്ങേയറ്റം പ്രാധാന്യമുണ്ട്. സ്കൂളിലെ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ്, NCC, സ്കൗട്ട് ആൻഡ് ഗൈഡ് എന്നിവയിലെ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലാണ് ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നത്. രാജകുമാരി, മാങ്ങാത്തൊട്ടി ടൗണുകളിൽ നടന്ന ലഹരി വിരുദ്ധ റാലി സ്കൂൾ പ്രധാനാധ്യാപിക മെഴ്സി ടോം ഉദ്ഘാടനം ചെയ്തു. യുവതലമുറയെ പ്രാപ്തരാക്കുന്നതിന് വേണ്ടി ഇന്ന് കാന്തിപാലം സെന്റ് സെബാസ്റ്റ്യൻസ് ഹൈസ്കൂളിലെ പ്രിയ വിദ്യാർത്ഥിനികൾ നിങ്ങളോടൊപ്പമായിരിക്കുകയാണ്. ഒരു യുവതലമുറയാണ് ഒരു രാജ്യത്തിന്റെ സമ്പത്ത്. ഈ യുവതലമുറ ഇന്ന് ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ട് അകാലത്തിൽ പൊലിഞ്ഞു വീഴുന്ന സാഹചര്യത്തിൽ നിറകണ്ണുകളോടെ നോക്കി നിൽക്കുവാനേ നമുക്ക് സാധിക്കുകയുള്ളൂ. സ്റ്റാഫ് സെക്രട്ടറി ബിജു സെബാസ്റ്റ്യൻ, ജിബിൻ, ബിന്ദു PJ, ജോമോൻ KM തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി.
സിറ്റി വിഷൻ സേനാപതി. ഗ്യാസ് സിലിണ്ടറിൽ നിന്നും തീ പടർന്ന പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരണമടഞ്ഞു. ഇടുക്കി കരിമ്പൻ കൊട്ടാരത്തിൽ ജസ്റ്റിൻ ജോസ് ആണ് എറണാകുളത്ത് ചികിത്സയിലിരിക്കെ ഇന്ന് പുലർച്ചെ മരണപ്പെട്ടത്. കഴിഞ്ഞ 22-ന് തിങ്കളാഴ്ച രാത്രി 9 മണിയോടെയാണ് ഗ്യാസ് സിലിണ്ടർ മാറ്റി കണക്ട് ചെയ്യുന്നതിനിടെ ജസ്റ്റിന് പൊള്ളലേറ്റത്. ഉടൻ തന്നെ ഇടുക്കി മെഡിക്കൽ കോളേജിലും പിന്നീട് കോട്ടയം മെഡിക്കൽ കോളേജിലും എത്തിച്ച ശേഷം വിദഗ്ധ ചികിത്സയ്ക്കായി എറണാകുളത്ത് സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ മാതാവ് ജോളി ജോസ് എറണാകുളത്ത് സ്വകാര്യ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. ജസ്റ്റിന്റെ ശ്വാസനാളത്തിലേക്ക് തീയും പുകയും വ്യാപിച്ചിരുന്നതായി ഡോക്ടർമാർ വ്യക്തമാക്കിയിരുന്നു. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം കരിമ്പനിലെ വീട്ടിലെത്തിക്കും. സിറ്റി വിഷൻ ഇടുക്കി. പെൻസിൽ ഡ്രോയിങ്ങിൽ വിസ്മയം തീർക്കുകയാണ് ഉപ്പുതറ സെന്റ് ഫിലോമിനാസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിയായ 11ാം ചെരുവിൽ സാൻ റോബർട്ട്സൺ. തന്റെ മുൻപിലിരിക്കുന്നത് എന്തും നിമിഷങ്ങൾക്കുള്ളിൽ ജീവൻ തുടിക്കുന്ന ചിത്രങ്ങളാക്കി മാറ്റും ഈ കൊച്ചുമിടുക്കൻ. പെൻസിലും റബ്ബറും മാത്രം ഉപയോഗിച്ചാണ് സാമിന്റെ ചിത്രരചന. കാണാം സാമിന്റെ വരവിശേഷം. പിതാവ് റോബർട്ട്സണിൽ നിന്നും പകർന്നു കിട്ടിയ കഴിവിലാണ് സാം വരയുടെ ലോകത്ത് വിസ്മയം തീർക്കുന്നത്. പിതാവിന്റെ ചിത്രരചന കണ്ട് മനസ്സിലാക്കിയ സാം 4ാം ക്ലാസ് മുതലാണ് വര ആരംഭിക്കുന്നത്. മനുഷ്യരോ മൃഗങ്ങളോ മറ്റു വസ്തുക്കളോ അങ്ങനെ തന്റെ മുമ്പിലുള്ള എന്തും ആരെയും ആകർഷിക്കുന്ന ജീവൻ തുടിക്കുന്ന ചിത്രങ്ങളാക്കി മാറ്റാൻ സാമിന് നിമിഷങ്ങൾ മാത്രം മതി. ചിത്രകല അഭ്യസിച്ചിട്ടുള്ളവരെ പോലും വിസ്മയിക്കുന്ന ഈ മനോഹരമായ ചിത്രങ്ങളാണ് സാമിന്റെ വിരൽത്തുമ്പിൽ വിരിയുന്നത്. മുൻപിലിരിക്കുന്ന ആളുകളുടെ ചിത്രം ക്യാമറയിൽ പകർത്തി എന്നതുപോലെ സാം വരച്ചു നൽകുമ്പോൾ അത്ഭുതപ്പെടുകയാണ് ആളുകളും. ലോക്ക്ഡൌൺ കാലത്താണ് ചിത്രരചനയുടെ ലോകത്തേക്ക് തിരിയുന്നത്. പ്രകൃതിയുടെ ചിത്രങ്ങൾ ക്യാൻവാസിലാക്കിയത് കുടുംബാംഗങ്ങളുടെ പ്രശംസയ്ക്ക് പാത്രമായി. ജന്മനാ കിട്ടിയ കഴിവുകൊണ്ട് മാത്രമാണ് ഈ മിടുക്കൻ പെൻസിൽ ഡ്രോയിങ്ങിൽ ശ്രദ്ധ നേടുന്നത്. ഒരു നല്ല ചിത്രകാരനാകണമെന്നതാണ് സാമിന്റെ ഏറ്റവും വലിയ ആഗ്രഹം. ഞാൻ സെന്റ് ഫിലോമിനാസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഉപ്പുതറയിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഞാൻ എൻ്റെ അച്ഛൻ വരയ്ക്കുന്ന കണ്ടിട്ടാണ് ഞാൻ വരയ്ക്കാൻ തുടങ്ങിയത്. ഇപ്പോൾ ഒരാൾ മുന്നിൽ വന്നിരുന്ന 10 മിനിറ്റ് കൊണ്ട് വരച്ചു കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. എനിക്ക് 2 അനിയന്മാരുണ്ട്. ഒരാൾ 6ലും ഒരാൾ 3ലാണ് പഠിക്കുന്നത്. അവന്മാർക്കും വരയ്ക്കാൻ പറ്റുന്നുണ്ട്. ഞാനൊരു നല്ലതായിട്ട് വരയ്ക്കാൻ പറ്റുന്ന ഒരാളായിട്ട് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇതായിരിക്കും അതിൻ്റെ തുടക്കമെന്ന് വിശ്വസിക്കുന്നു. നിരവധി മത്സരങ്ങളിൽ നിന്നായി ഒട്ടനവധി സമ്മാനങ്ങളും സാം നേടിയെടുത്തിട്ടുണ്ട്. പിതാവ് റോബർട്ട്സൺ കെട്ടിട നിർമ്മാണ തൊഴിലാളിയും മാതാവ് എബിനി ദന്താശുപത്രി ജീവനക്കാരിയുമാണ്. ഇമ്മാനുവൽ, ഡാനിയൽ എന്നിവർ സഹോദരങ്ങളാണ്. ഇവരുടെ എല്ലാം കട്ട സപ്പോർട്ടാണ് സാമിന് പിന്തുണയായിട്ടുള്ളത്. സിറ്റി വിഷൻ ഉപ്പുതറ. ചെറിയൊരു ഇടവേള, വളരെ പെട്ടെന്ന് മടങ്ങിയെത്താം. രാജാക്കാടിൽ ആതുര സേവന രംഗത്ത് 1/4 നൂറ്റാണ്ടിന്റെ പ്രവർത്തന മികവുമായി മുന്നേറുന്ന കൃപ മെഡിക്കൽസ് മലയോര ജനതയുടെ മികച്ച ആരോഗ്യ പരിപാലനത്തിനായി സമർപ്പിക്കുന്നു കൃപ മെഡിക്കൽ സെന്റർ രാജാക്കാട്. കൃത്യതയോടെയുള്ള രോഗനിർണയത്തിനും മികച്ച ചികിത്സയ്ക്കും വേണ്ടി വിദഗ്ധരായ ഡോക്ടർമാരെയും ഹൈടെക് മെഷീനറികളും മികച്ച നഴ്സിംഗ് ആൻഡ് ടെക്നീഷ്യന്മാരെയും ഉൾപ്പെടുത്തി കുറഞ്ഞ സമയത്തിനുള്ളിൽ രോഗനിർണയവും വിദഗ്ധ ചികിത്സയും ലഭ്യമാക്കുന്നു. കൂടാതെ 12 മണിക്കൂർ ഡോക്ടറുടെ സേവനം ലഭ്യമാക്കി നഴ്സിംഗ് സർവീസോടെ പ്രവർത്തിക്കുന്ന ക്വാളിറ്റി ഹെൽത്ത് കെയർ സെന്റർ, ഡോക്ടേഴ്സ് ക്ലിനിക്, പേഷ്യന്റ് കെയറിംഗ്, പേഷ്യന്റ് മോണിറ്ററിംഗ്, നഴ്സിംഗ് സർവീസസ്, പേഷ്യന്റ് ഒബ്സർവേഷൻ യൂണിറ്റ്, പാലിയേറ്റീവ് കെയറിംഗ്, ഡയഗ്നോസിംഗ് ആൻഡ് ട്രീറ്റ്മെന്റ് തുടങ്ങി എല്ലാവിധ ആരോഗ്യ പരിപാലന സൗകര്യങ്ങളും ലഭ്യമാണ്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 ml ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. കൂടാതെ ഉടൻ പ്രവർത്തനം ആരംഭിക്കുന്നു അൾട്രാസൗണ്ട് സ്കാനിംഗ്. രാജാക്കാട്ടിലെ നമ്പർ 1 ഹെൽത്ത് പ്രൊവൈഡർ കൃപ മെഡിക്കൽ സെന്റർ. ഡയറക്ട് കെയർ, ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ്, ഡോക്ടേഴ്സ് ക്ലിനിക്, ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി ആൻഡ് പേഷ്യന്റ് ഫ്രണ്ട്ലി ഫാർമസി. Kripa Medicals, SNDP Shopping Complex, Central Junction and Market Road, Rajakad.
the #1 health provider. Kripa Medical Center. We create better health. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. വീണ്ടും വാർത്തകളിലേക്ക്. രാജാക്കാട് YMCAയുടെ നേതൃത്വത്തിൽ നടത്തിവരുന്ന സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായി രാജാക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അർഹരായ കുട്ടികൾക്ക് വിതരണം ചെയ്യുന്നതിനായി ബ്ലാങ്കറ്റുകൾ സ്കൂൾ അധികൃതരെ ഏൽപ്പിച്ചു. രാജാക്കാട് YMCA രൂപീകരിച്ചതിന്റെ 1ാം വാർഷികത്തിന്റെ ഭാഗമായാണ് ബ്ലാങ്കറ്റുകൾ നൽകിയത്. YMCA പ്രസിഡന്റ് ബെന്നി പാലക്കാട് സ്കൂൾ പ്രധാന അധ്യാപിക സിന്ധു ഗോപാലന് ബ്ലാങ്കറ്റുകൾ കൈമാറി ഉദ്ഘാടനം നിർവഹിച്ചു. YMCA സെക്രട്ടറി സാബു കൊച്ചുപുര, വൈസ് പ്രസിഡന്റ് സാബു കുന്നുപുറത്ത്, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ സോഫി സാൻഡി, ടൈറ്റസ് ജേക്കബ്, അധ്യാപകരായ സിജി തോമസ്, ES രഹന എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. സാമൂഹികമായി പിന്നോക്കം നിൽക്കുന്ന പ്രതിസന്ധിയിലൂടെയാണ് നായർ സമൂഹം കടന്നുപോകുന്നതെന്ന് ഹൈറേഞ്ച് NSS യൂണിയൻ ചെയർമാൻ KS അനിൽകുമാർ. രാഷ്ട്രീയ പാർട്ടികൾ വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിച്ച് ജനസംഖ്യയിൽ കുറവായ നായർ സമൂഹത്തെ അവഗണിക്കുന്നുവെന്നും ശക്തമായ സംഘടനാ പ്രവർത്തനത്തിലൂടെ ഈ അവഗണനയെ പിന്തള്ളണമെന്നും അദ്ദേഹം പറഞ്ഞു. ഹൈറേഞ്ച് NSS യൂണിയന്റെ 55ാമത് വാർഷിക പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുണ്ടിയരുമ NSS ആസ്ഥാനത്ത് വെച്ചാണ് പൊതുയോഗം സംഘടിപ്പിച്ചത്. യുവജനങ്ങളെയും ബാലികാ ബാലന്മാരെയും സംഘടനയോട് ചേർത്ത് നിർത്തുവാനുള്ള കർമ്മ പരിപാടികൾക്ക് പൊതുയോഗം രൂപം നൽകി. ഒക്ടോബർ 11 താലൂക്ക് യുവജന സമ്മേളനം നടത്തുന്നതിനും കരയോഗ പ്രവർത്തനത്തിൽ യുവാക്കൾക്ക് കൂടുതൽ പ്രാതിനിധ്യം ഉറപ്പുവരുത്തുന്നതിനും യോഗം തീരുമാനിച്ചു. കൂടാതെ എല്ലാ കരയോഗങ്ങളിലും മന്നം ബാലസമാജങ്ങളുടെ പ്രവർത്തനം ആരംഭിക്കുന്നതിനും 4 മാസത്തിനുള്ളിൽ ബാലസമാജത്തിന്റെ യൂണിറ്റിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നതിനും തീരുമാനിച്ചിട്ടുണ്ട്. ഹൈറേഞ്ച് NSS യൂണിയൻ ചെയർമാൻ KS അനിൽകുമാർ അധ്യക്ഷതയിൽ കൂടിയ യോഗം യൂണിയൻ ജനറൽ സെക്രട്ടറി PT അജയൻ നായർ 2025-26 വർഷത്തെ പ്രവർത്തന റിപ്പോർട്ടും വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു. സാമൂഹികമായി പിന്നോക്കം നിൽക്കുന്ന പ്രതിസന്ധിയിലൂടെയാണ് നായർ സമൂഹം കടന്നുപോകുന്നതെന്ന് ഹൈറേഞ്ച് NSS യൂണിയൻ ചെയർമാൻ KS അനിൽകുമാർ പറഞ്ഞു. ഫലമാണ് ഇന്ന് നായർ സമുദായ അംഗങ്ങളിൽ നിന്നും ഒറ്റപ്പെട്ടു പോകുന്ന ഒരു നിലയിലേക്ക് ഒരു വ്യക്തിക്ക് സംഭവിച്ചത് എന്നുള്ളത് മനസ്സിലാക്കും. ഇത് എനിക്കും നിങ്ങൾക്കും ഒക്കെ ബാധകം. നമ്മൾ ഏത് സ്ഥാനത്താണ് ഇരിക്കുന്നത് എന്നുള്ള പൂർണ്ണ ബോധ്യത്തോടുകൂടി ആ സ്ഥാനത്തിന്റെ മഹത്വം എന്താണെന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുവാൻ നമ്മൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ നമ്മൾ ആ മണ്ഡലത്തിൽ പരിപൂർണമായി പരാജയപ്പെട്ടു പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവും. തുടർന്ന് സാമൂഹിക സംഘടനാ വിഷയങ്ങളിലുള്ള പ്രമേയം യോഗം പാസാക്കി. യോഗത്തിൽ യൂണിയൻ ഭരണസമിതി അംഗങ്ങളായ PC സന്തോഷ് കുമാർ, KV അജയ്കുമാർ, ഹരി S നായർ, KK ഗോപകുമാർ എന്നിവർ പ്രസംഗിച്ചു. ഭരണസമിതി അംഗങ്ങളായ KN സുകുമാരൻ നായർ, PB പ്രഭാകരൻ നായർ, GN സുരേഷ് കുമാർ, K ശശികുമാർ, ഉത്തമൻ നായർ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. മഹിളാ കോൺഗ്രസ് ഉപ്പുതറ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊച്ചി ആസ്ഥാനമായി മിത്രകുലം ചാരിറ്റബിൾ സൊസൈറ്റി വനിതകൾക്കായി സ്വയം തൊഴിൽ പരിശീലനം നൽകി. ഉപയോഗശൂന്യമായ വസ്ത്രങ്ങളിൽ നിന്ന് 50-ലധികം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള പ്രാഥമിക തല പരിശീലന പരിപാടിയാണ് സംഘടിപ്പിച്ചത്. ഉപ്പുതറ പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ നിന്നായി 40 വനിതകളാണ് പരിശീലനത്തിൽ പങ്കെടുത്തത്. ആദ്യഘട്ട പരിശീലനത്തിൽ പ്രാഗൽഭ്യം തെളിയിക്കുന്നവർക്ക് തുടർ പരിശീലനം നൽകും. തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നതിനും തയ്യൽ മെഷീൻ സ്വന്തമാക്കുന്നതിനും മിത്രകുലം സൗകര്യമൊരുക്കും. DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അരുൺ പൊടിവാറ ശില്പശാല ഉദ്ഘാടനം ചെയ്തു. ആളുകൾ വന്ന് കൂട്ടിക്കൊണ്ട് പോകുന്നത് അല്ലേ, തുണി ഐറ്റങ്ങൾ അവർ കോട്ടൺ തുണിയാണെങ്കിലും കത്തിച്ചു കളഞ്ഞു, പോളിസ്റ്റർ ആണെങ്കിൽ തന്നേക്കാൻ പറഞ്ഞു പോകുന്നൊരു സാഹചര്യമുള്ളത്. പക്ഷെ ഒരു കാര്യം വെച്ചാൽ പ്ലാസ്റ്റിക് കളയാൻ അത്ര ലാഭത്തോടെ നമ്മളാരും തുണി കളയത്തില്ല അല്ലേ. തുണി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇഷ്ടപ്പെട്ട ഇന്ന് നമ്മൾ വിമലായിലും അല്ലെങ്കിൽ ഇവിടെ ഇഷ്ടപ്പെട്ട കടയിൽ പോയി 10,000, 4,000, 5,000 രൂപ കൊടുത്ത് മേടിക്കുന്ന ഒരു ഡ്രസ്സ്
ഒരു വർഷം കഴിയുമ്പോൾ അതിൻ്റെ പുതുമ നഷ്ടപ്പെടുമ്പോൾ നമുക്ക് പ്ലാസ്റ്റിക് കൂട് കളയുന്ന ആ ലാഘവത്തോടെ നമുക്ക് കളയാൻ മനസ്സിലാക്കുന്നില്ല. മിത്രകുലം മാനേജിംഗ് ട്രസ്റ്റി ജോസ് സെമിനാർ നയിച്ചു. മഹിളാ കോൺഗ്രസ് ഉപ്പുതറ പ്രസിഡന്റ് ലാലി സെബാസ്റ്റ്യൻ, വൈസ് പ്രസിഡന്റ് ലിജി തോമസുകുട്ടി, സെക്രട്ടറി ഷീബ ഡാർവിൻ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ബ്ലോക്ക് മെമ്പർ ജോർജ് കൂറുംപുറം, DCC അംഗം ജോർജ് ജോസഫ് കണക്കാലിൽ, പഞ്ചായത്ത് അംഗങ്ങളായ ബിജിമോൾ PS, കൊച്ചുമോൾ ജോസഫ് എന്നിവർ പങ്കെടുത്തു. സിറ്റി വിഷൻ ഉപ്പുതറ. ലോക രക്തദാന ദിനത്തിന്റെ ഭാഗമായി ഇടുക്കി മെഡിക്കൽ കോളേജിൽ ബ്ലഡ് ഡോണർ ഡേ വിവിധ പരിപാടികളോടെ ആചരിച്ചു. പാലക്കാട് റെയിൽവേ DYSP കൃഷ്ണൻകുട്ടി പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ലോക രക്തദാന ദിനത്തോടനുബന്ധിച്ച് ഇടുക്കി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ വിവിധ ബോധവൽക്കരണ പരിപാടികളോടെ ലോക രക്തദാന ദിനം ആചരിച്ചു. 1 ഡ്രോപ്പ് ഓഫ് ഹ്യൂമാനിറ്റി, ഗീവ് ബ്ലഡ്, സേവ് ലീവ്സ് എന്ന സന്ദേശം ഉയർത്തിയാണ് പരിപാടി സംഘടിപ്പിച്ചത്. മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ ടിഒ നവാസ് അധ്യക്ഷത വഹിച്ചു. രക്തദാനത്തിന്റെ സാമൂഹിക പ്രസക്തി, ജീവൻ രക്ഷിക്കുന്നതിൽ സന്നദ്ധ രക്തദാതാക്കളുടെ പങ്ക്, യുവതലമുറയിൽ രക്തദാന സംസ്കാരം വളർത്തേണ്ടതിന്റെ ആവശ്യകത തുടങ്ങിയ വിഷയങ്ങൾ പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്നത് ലക്ഷ്യമിട്ടാണ് പരിപാടികൾ സംഘടിപ്പിച്ചത്. പരിപാടികളുടെ ഉദ്ഘാടനവും ലോക രക്തദാന ദിന സന്ദേശവും പാലക്കാട് റെയിൽവേ DYSP വി കൃഷ്ണൻകുട്ടി നിർവഹിച്ചു. ഈ രോഗിയും അതുപോലെ തന്നെ ഡോക്ടറും തമ്മിലുള്ള ബന്ധമെന്ന് പറയുന്നത് ശരീര മനസ്സോ യോഗ പരസ്പര മനോവ്രജേത് ആധാര ആദേയഭാവേന തപ്താജ്യ ഘടയോരിമ 2000 സുശ്രുത മഹർഷി പറഞ്ഞതാണ്. അതായത് ശരീരവും മനസ്സും പരസ്പരം ചേർന്നിരിക്കുന്ന അവിഭാജ്യ ഘടകമാണെന്നും ശരീരത്തിന് ഏൽക്കുന്ന ഏത് ആഘാതവും മനസ്സിനെയും മനസ്സിനേൽക്കുന്ന ഏത് ആഘാതവും ശരീരത്തെയും ബാധിക്കുമെന്നുള്ളതാണ്. അതായത് ഒരു രോഗി അസുഖം പിടിച്ചു വരുന്ന സമയത്ത് ശരീരത്തിന് മാത്രമല്ല മനസ്സിനും കൂടി ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ടാവും, അല്ലെങ്കിൽ മനസ്സിനും കൂടി ട്രാൻസ്ഫ്യൂഷൻ മെഡിസിൻ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ PK ഇന്ദു, ഡോക്ടർ എൽസീന M മാന്തറ, ഡോക്ടർ വിജിന മെറിൻ ജോയി തുടങ്ങിയവർ പ്രസംഗിച്ചു. പരിപാടിയുടെ ഭാഗമായി നടത്തിയ കഥാരചനാ മത്സരത്തിൽ ജിജി കാട്ടാങ്കോട്ടിൽ 1ാം സ്ഥാനവും, കവിതാരചനാ മത്സരത്തിൽ ഡോക്ടർ R രാജേഷ് 1ാം സ്ഥാനവും, പെയിന്റിംഗിൽ എസ്തർ മാത്യു 1ാം സ്ഥാനവും കരസ്ഥമാക്കി. വിവിധ മത്സരങ്ങളുടെ വിജയികൾക്ക് സമ്മാനദാനവും മികച്ച രക്തദാതാക്കളെയും സഹകാരികളെയും ആദരിക്കലും ചെയ്തു. സിറ്റി വിഷൻ ഇടുക്കി. ദക്ഷിണ കേരള ലജനത്തുൽ മുഅല്ലമിന്റെ നേതൃത്വത്തിൽ ചുരുളി മുസ്ലിം ജമാഅത്ത് ഹാളിൽ അടിമാലി മേഖല ജനറൽ ബോഡി യോഗം ചേർന്നു. ജനറൽ ബോഡി യോഗം അടിമാലി മേഖല പ്രസിഡന്റ് ഡോക്ടർ അഹമ്മദ് കബീർ ബാഖവി ഉദ്ഘാടനം ചെയ്തു. ദക്ഷിണ കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് സേവനമനുഷ്ഠിക്കുന്ന അധ്യാപക കൂട്ടായ്മയാണ് DKLM. DKLMന്റെ നേതൃത്വത്തിലാണ് ചുരുളി മുസ്ലിം ജമാഅത്ത് ഹാളിൽ യോഗം ചേർന്നത്. DKLM വൈസ് പ്രസിഡന്റ് CM സിദ്ദിഖ് വഹബി അധ്യക്ഷത വഹിച്ച യോഗം മേഖലാ പ്രസിഡന്റ് ഡോക്ടർ അഹമ്മദ് കബീർ ഭാഗവി ഉദ്ഘാടനം ചെയ്തു. ശൂന്യതയുടെ കേന്ദ്രമായ ലഹരികളിലേക്ക് അടിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ദുഃഖകരമായ സാഹചര്യത്തിൽ കേരള ഗവൺമെന്റ് അതിന്റെ ആഭ്യന്തര നേതൃത്വത്തിൽ ബഹുമാന്യരായ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന വളരെ വലിയ ഒരു മുന്നേറ്റമാണ് തൂഫാൻ. ആ പദ്ധതിയോട് ദക്ഷിണ ലജനത്തുൽ മുഅല്ലിമീൻ അടിമാലി മേഖല പരിപൂർണമായും ഐക്യദാർഢ്യവും അതിന്റെ വിജയത്തിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിലും പങ്കാളികളാകുന്നു എന്നുകൂടി ഇവിടെ പ്രഖ്യാപിക്കാൻ ആഗ്രഹിക്കുകയാണ്. യോഗത്തിൽ ഓപ്പറേഷൻ തുഫാൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പ്രമേയം പാസാക്കി. ചുരുളി ഇമാം അബ്ദുൽ നാസർ ഭാഗവി മുഖ്യപ്രഭാഷണം നടത്തി. ജമാഅത്ത് പ്രസിഡന്റ് മാഹിൻ ബാദുഷാ മൗലവി പദ്ധതി വിശദീകരണം നടത്തി. ആശംസ അറിയിച്ച് DKLM അടിമാലി മേഖലാ സെക്രട്ടറി ഷിഹാബ് ഭാഗവി, നിസാർ ബദരി, ജമാൽ മൗലവി, ക്ഷേമനിധി ചെയർമാൻ അഷ്റഫ് ഹൈസി, മേഖലാ ട്രഷറർ ഫരീദ് മന്നാനി എന്നിവർ സംസാരിച്ചു. ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് സേവനമനുഷ്ഠിക്കുന്ന നിരവധി അധ്യാപകരും പരിപാടിയുടെ ഭാഗമായി. സിറ്റി വിഷൻ ഇടുക്കി. SSLC +2 പരീക്ഷകളിൽ മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെയും മറ്റ് മേഖലകളിൽ മികവ് പുലർത്തുന്ന പ്രധാന വ്യക്തികളെയും മരിയാപുരം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു. ഇടുക്കി സാംസ്കാരിക നിലയത്തിൽ നടന്ന യോഗം MLA റോയ് കെ പൗലോസ് ഉദ്ഘാടനം ചെയ്തു. മരിയാപുരം ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ വരുന്ന SSLC +2 വിദ്യാർത്ഥികളിൽ ഉന്നത വിജയം കൈവരിച്ചവരെയും സമ്പൂർണ്ണ വിജയം കൈവരിച്ച സ്കൂളുകളെയും അനുമോദിക്കുന്നതിനുള്ള ചടങ്ങാണ് മരിയാപുരം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചത്. ഇടുക്കി സാംസ്കാരിക നിലയത്തിൽ നടന്ന അനുമോദന ചടങ്ങ് ഇടുക്കി MLA റോയി കെ പൗലോസ് ഉദ്ഘാടനം ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്കും വിശിഷ്ട വ്യക്തികൾക്കും മൊമന്റോയും സമ്മാനിച്ചു. നിന്നാൽ രക്ഷപ്പെടാൻ പാടാണ് എന്നൊരു ചിന്ത
നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരുടെ ഇടയിലേക്ക് കടന്നു വന്നുപോയി. അതിന് നമ്മുടെ നാട് ഭരിച്ചിരുന്ന ഗവൺമെൻറ്റിനും ഒക്കെ ഇതിൻ്റെ ഒരു പങ്കുണ്ട്. കാരണം ഒരു വിശ്വാസ്യത വലിയ പ്രയാസപ്പെട്ട ഘടകമാണ്. PSC നമ്മുടെ ഏറ്റവും വലിയ വിശ്വാസ്യതയുള്ള ഒരു റിക്രൂട്ടിംഗ് ഏജൻസിയാണ് നമ്മുടെ കേരളത്തെ സംബന്ധിച്ച്. അതിനപ്പുറത്തേക്കൊന്നുമില്ല. അവിടെ ഒരു കള്ളത്തരവും നടക്കും നമ്മളാരും ചിന്തിച്ചിട്ടുള്ള സ്ഥലമല്ല. 100% അവിടെ നന്നായി പഠിച്ച് ഉറക്കളച്ച് പരീക്ഷ എഴുതുന്ന ആളുകളായിരിക്കും ഏത് വിഭാഗത്തിലുള്ള ടെസ്റ്റ് നടത്തി കഴിയുമ്പോൾ റാങ്ക് ലിസ്റ്റിൽ വരിക എന്നാണ് സത്യം പറഞ്ഞാൽ നമ്മളെല്ലാവരും ചിന്തിച്ചുകൊണ്ടിരുന്നത്. കേരളത്തിലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലും തൊഴിൽ മേഖലയിലും സംഭവിച്ച ക്രമക്കേടുകളാണ് പഠിച്ചിറങ്ങുന്ന യുവാക്കളെ പുറം നാടുകളിലേക്ക് കടക്കാൻ പ്രേരിപ്പിച്ചതെന്നും പബ്ലിക് സർവീസ് കമ്മീഷന്റെ പോലും വിശ്വസ്തത നഷ്ടപ്പെട്ടതായും അവയെല്ലാം തിരികെ കൊണ്ടുവന്ന മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസ രീതി പുതിയ സർക്കാർ ആവിഷ്കരിക്കുമെന്നും ഉദ്ഘാടന സന്ദേശത്തിൽ MLA പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിപ്സി ജിമ്മി അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് AP ഉസ്മാൻ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഫ്രാൻസിസ് അറക്കപ്പറമ്പിൽ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സണ്ണി ജോൺ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ശ്രീലാൽ, മിനി ജോണി, ജോളി ജോയി, സെക്രട്ടറി സന്ദീപ് സുകുമാരൻ, ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, മുതിർന്ന അധ്യാപകർ, ജോസ് അങ്ങാടിത്ത, പൊതുപ്രവർത്തകർ, രക്ഷിതാക്കൾ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്ത് സംസാരിച്ചു. മികച്ച വില്ലേജ് ഓഫീസർക്കുള്ള അവാർഡ് നേടിയ ജോസ് സെബാസ്റ്റ്യൻ, 42 തവണ രക്തദാനം നടത്തിയ ജോബി ഈരൂരിക്കൽ, സാമൂഹ്യ പ്രവർത്തകർ ബിജു മാത്യു എന്നിവരെ ചടങ്ങിൽ പ്രത്യേകമായി അനുമോദിച്ചു. സിറ്റി വിഷൻ ഇടുക്കി. നോക്കാം ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ബെന്നീസ് ജുവലറി, സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങളുടെ കലവറ. സ്വർണ്ണാഭരണങ്ങൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം. 22K 916 ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ. രാജ്കോട്ട്, സിംഗപ്പൂർ, ടർക്കിഷ്, കുവൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ്. 92.5 വെള്ളി ആഭരണങ്ങൾ. എവർക്കും അനുയോജ്യമായ ബഡ്ജറ്റിൽ 95% എക്സ്ചേഞ്ച് വാല്യൂ ലഭിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെ വലിയ ശേഖരം. ഇനി മനസ്സുപോലെ പരിശുദ്ധമായ പൊന്ന്. ബെന്നീസ് ജുവലറി, ബെന്നീസ് ടവർ, ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ, രാജാക്കാട്. സ്വർണ്ണ ഗ്രാമിന് 13,110 രൂപ, പവന് 1,04,880 രൂപ, വെള്ളി ഗ്രാമിന് 240 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ശാന്തൻപാറ പഞ്ചായത്തിലെ പൂപ്പാറ സീറോലാൻഡ് കോളനി നിവാസികൾ നടത്തിയ പഞ്ചായത്ത് ഓഫീസ് ഉപരോധത്തിനു മുന്നിൽ മുട്ടുകുത്തിയ അധികൃതർ. കുടിവെള്ള പ്രശ്നത്തിന് അടിയന്തര പരിഹാരമെന്ന് പഞ്ചായത്ത് അധികൃതരുടെ ഉറപ്പ്. ഏലക്ക വില ഉയരുമ്പോഴും കാലാവസ്ഥ പ്രതികൂലമായത് കർഷകർക്ക് തിരിച്ചടി. സീസൺ ആരംഭിച്ചിട്ടും ആവശ്യത്തിനു മഴ ലഭിക്കാത്തതിനാൽ ഏലക്ക വിളവെടുപ്പ് വൈകുന്നു. ഏലച്ചെടികൾക്ക് രോഗ കീടബാധയും പ്രതിസന്ധി. നാഷണൽ ഡാം സേഫ്റ്റി അതോറിറ്റിയിൽ നിന്നും കേരളത്തിന്റെ പ്രതിനിധിയെ ഒഴിവാക്കിയ നടപടിയിൽ സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രിയുടെയും തന്റെയും ഇടപെടലിൽ കേന്ദ്രം തെറ്റുതിരുത്തിയെന്നും കേരളം നിർദ്ദേശിച്ചയാളെ അതോറിറ്റിയിൽ ഉൾപ്പെടുത്തിയെന്നും MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ്. പോളിയോ നിർമ്മാർജ്ജന പ്രക്രിയയിൽ ബോധവൽക്കരണത്തിന് പ്രാധാന്യമുണ്ടെന്നും ആരോഗ്യം അടിസ്ഥാന ആവശ്യമായി മാറേണ്ടതുണ്ടെന്നും ഗവൺമെന്റ് ചീഫ് വിപ്പും തൊടുപുഴ MLAയുമായ അബു ജോൺ ജോസഫ്. ദേശീയ പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ ജില്ലാതല ഉദ്ഘാടനം തൊടുപുഴ ജില്ലാ ആശുപത്രിയിൽ സംഘടിപ്പിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.